ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു തെലുങ്ക് മൂവിയാണ്. ഈ ഫാമിലി സ്റ്റാർ എന്നാണ് മൂവിയുടെ പേര്. വിജയ് ദേവർകൊണ്ട, മൃണാൽ താക്കൂർ തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗ് ചിത്രമാണ്. തിയേറ്റർ റിലീസായിരുന്നു. തിയേറ്ററിലൊന്നും കാണാൻ സാധിച്ചില്ല. പിന്നീട് ഓഡിയോ വന്നപ്പോഴാണ് കണ്ടത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാത്തിൽ വളരെ സന്തോഷം, സംതൃപ്തിയുടെ അവസ്ഥ തന്നെയായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം വേറെ നല്ല വെരി വേസ്റ്റ് ഫിലിം വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ചിത്രം തന്നെയായിരുന്നു. ഒരു തരത്തിൽ പോലും കാണുന്ന പ്രേക്ഷകരിലേക്ക് ഒരു എൻഗേജ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ചിത്രമായി പോയി എന്നാണ് പറയാൻ സാധിക്കുള്ളൂ. കാരണം തുടക്കം തന്നെ നെഗറ്റീവ് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. കാരണം പോസിറ്റീവായി പറയാനൊന്നും തന്നെയില്ല. ഇതിൻ്റെ സ്റ്റോറി തന്നെ ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ട സ്റ്റോറിയാണ്. ഒരു ഫാമിലി അത് നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ. കാരണം അവന് ഒരുപാട് ബാധകളുണ്ട്. കാരണം അതുകൂടെ തന്നെ അവന് പുറത്ത് ചാടാൻ സാധിക്കുന്നില്ല. പക്ഷേ ഫാമിലി മുമ്പിലല്ലാതെ അവൻ ഫുള്ള് വെള്ളടിയും പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന വേറെ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. ഇത് തുടക്കം തന്നെ നമ്മുടെ കഥാനായകൻ ഒരു കാരണങ്ങൾക്ക് ഓടി വരുന്നു. ഒരു ചാക്ക പിടിച്ച് 5 ആധാർ കാർഡൊക്കെ ആയിട്ട് കുറച്ച് കത്തിരിക്ക, കുറച്ച് സബോള എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നുണ്ട് റേഷൻ കാർഡ് വെച്ചിട്ട്. അത് കഴിഞ്ഞ് നായകൻ നേരെ ഓഫീസിലേക്കിട്ട് പോകുന്നു. 29 രൂപയ്ക്കാണ് നായകൻ പെട്രോൾ അടിക്കുള്ളൂ. പെട്രോൾ അടിച്ച് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി ഒരു 4 സ്റ്റെപ്പ് കയറി ഇറങ്ങി പോകുന്നു. അവിടെ നായകനോട് ഒരു കാന്താരി ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ കഥാപാത്രത്തിനോട് പറയുന്നു. ആ കഥാപാത്രത്തിൽ നായകൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നായകനോട് പറയുന്നു, എനിക്ക് ഈ ചിറ്റപ്പൻ, മുത്തശ്ശി, അമ്മ അവരെ പ്രശ്നങ്ങളൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് നിന്നെ വേണമെന്ന് പറയുന്നത്. നായകൻ അത് സമ്മതിക്കുന്നില്ല. വീണ്ടും അവരെ കളയിക്കുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ നായകൻ്റെ വീടിൻ്റെ ഇതിലൊക്കെ ഒരു പെയിൻ ഗസ്റ്റായിട്ട് വരികയാണ്. പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് തമ്മിൽ ഇഷ്ടപ്പെടുന്നു ഇല്ലയോ കാര്യങ്ങളൊക്കെ. അതിനിടയ്ക്ക് നമ്മുടെ കഥാനായിക ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും. കാരണം ഈ സാധാരണ താഴ്ന്ന കുടുംബത്തിലെ അവസ്ഥകളും അല്ലെങ്കിൽ അതിന് പ്രധാനമായിട്ട് ഈ സാക്ഷരത ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അത് നമ്മുടെ നായകൻ തെറ്റിദ്ധരിക്കും. പിന്നീട് അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. എനിക്ക് പെട്ടെന്നൊരു ദിവസം നായകനെ അറിയുന്നുണ്ടാവുക അവൾ അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടാകും. അങ്ങനെ നായക വെല്ലുവിളിച്ചിട്ട് പറയുകയാണ്, ശരിയാക്കി തരാം, നിന്നെക്കാട്ടും വലിയ പണക്കാരനായിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നത്. അങ്ങനെ പണ്ട് നായകൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു സാർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടാകും. അയാൾ അടുത്തോട്ട് പോകുന്നു, നമ്മുടെ ആടിഗിരിച്ചിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അയാളോട് പറയണം, സാർ അന്ന് ഒരു ജോലി ഓഫർ ചെയ്തിരുന്നു, എനിക്കത്. അപ്പോൾ ആൾ പറയുന്നു, എനിക്കത് വേണമെന്ന് പറഞ്ഞ് ഈ പോയതല്ലേ, എത്ര കണ്ട് $1,000,000 തരാമെന്ന് പറഞ്ഞിട്ട് പറയും. സാർ എനിക്കിപ്പോൾ തരാൻ പറ്റുമോ, കാരണം എത്ര പെട്ടെന്ന് ഞാൻ ജോയിൻ ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ നായകൻ നേരെ ഇവിടെ ഓസ്ട്രേലിയ, അമേരിക്ക അങ്ങോട്ട് പോകുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ ഐഫോൺ എടുക്കുന്നു. അങ്ങനെ നായകയെ വീഡിയോ കോൾ ചെയ്യുന്നു, ബൈക്ക് എടുക്കുന്നു, കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുക ലാസ്റ്റാണ് അറിയുന്നത് നായകയുടെ അച്ഛൻ്റെ കമ്പനിയാണെന്ന്. അങ്ങനെയാണ് ലാസ്റ്റാണ് നമ്മുടെ കഥാനായകൻ അറിയുന്നു. അപ്പോൾ വീണ്ടും അവിടെ തേഞ്ഞ്. അപ്പോൾ അങ്ങനെ ആ തേഞ്ഞിട്ട് നടക്കുന്ന സമയത്ത് വീണ്ടും അവർ തമ്മിൽ തെറ്റുന്നു. ലാസ്റ്റ് കല്യാണ സമയത്ത് വീണ്ടും നായകൻ കുറേ പേര് ഇടിച്ചിട്ടൊക്കെ നായകനെ സ്വന്തമാക്കുന്നു. ഇതാണ് ഈ ഫാമിലി സ്റ്റാറിനെ കൊണ്ട് ഉദ്ദേശിച്ചുള്ളത്. ഈ ചിത്രം കണ്ടപ്പോൾ എന്താണ് അവർ ഉദ്ദേശിച്ചുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളാമായിരുന്നു. കാരണം ഒരു തരത്തിലും മാറ്റമില്ലാതെ ക്രിഞ്ച് പരിപാടി തന്നെയാണ് വീണ്ടും ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഈ ഫാമിലി സ്റ്റാർ കണ്ടുള്ള വ്യക്തിയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെട്ടത് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും സമയം ഉള്ളവർ പോലും ചിത്രം കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. വീണ്ടും മറ്റൊരു ചിത്രം റിവ്യൂ ആയിട്ട് കാത്തിരിക്കാതിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.